സോഷ്യോളജി പാർട്ട് 3 വീഡിയോയാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ഈ പാർട്ട് 3 വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ ശ്രേണീകരണം. സാമൂഹ്യ ശ്രേണീകരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആശയത്തെക്കുറിച്ച് വിവരിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇതാണ് എഴുതാനുള്ളത്. അതായത് നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ സമൂഹത്തിൽ വിവിധ ഗ്രൂപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നത് എന്താണ്? വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാ ഗോത്രങ്ങളും തുല്യമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഇത്തരം സമൂഹങ്ങളിൽ പണ്ടുകാലത്ത് വേട്ടയാടിയും അലഞ്ഞു തിരിഞ്ഞുമുള്ള ജീവിതമായിരുന്നു. നമുക്കറിയാമല്ലേ, ആദ്യകാലത്തെ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞാണ് ജീവിച്ചിരുന്നത്. അതുപോലെ അധികാരം, സമ്പത്ത്, പദവി എന്നിവയൊന്നും ഉണ്ടായിരുന്നില്ല. വർഗവ്യത്യാസം ഉണ്ടായിരുന്നില്ല. ലിംഗഭേദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തൊഴിൽ വിഭജനം മാത്രം നിലനിന്നിരുന്നു. മുതിർന്നവരെ അനുസരിക്കുക, പുരുഷന്മാരെ ബഹുമാനിക്കുക, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്നു. ഇന്നത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പുരാതന കമ്മ്യൂണിസത്തിൻ്റെ മുഴുവനായും, അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന കമ്മ്യൂണിസത്തിൽ മുഴുവനായും ഇന്നത്തെ സമൂഹശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നില്ല. പുരാതന കാലഘട്ടങ്ങളിലെ ആളുകൾക്കിടയിൽ സമത്വം നിലനിന്നിരുന്നുവെങ്കിലും ലിംഗഭേദ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. സമൂഹം വളരുന്നതിന് അനുസൃതമായി സമൂഹത്തിൽ രൂപം കൊള്ളുന്ന സങ്കീർണതകളാണ് സാമൂഹ്യ ശ്രേണീകരണത്തിന് കാരണമായി തീരുന്നത്. ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. പണ്ട് കാലത്ത് ജനങ്ങൾ പ്രത്യേകിച്ച് ഗ്രൂപ്പുകളായൊന്നും ആയിരുന്നില്ല താമസിച്ചിരുന്നത്. എല്ലാ ഗോത്രങ്ങളും തുല്യമായിരുന്നു. എല്ലാ സമൂഹങ്ങളിലെ എല്ലാ ജനങ്ങളിലും വേട്ടയാടിയും അലഞ്ഞു തിരിഞ്ഞുമുള്ള ജീവിതമായിരുന്നു. അധികാരത്തോടോ സമ്പത്തിനോടോ പദവിയോടോ ഒന്നും ഒരു അത്യാഗ്രഹമോ ഒന്നും ഉണ്ടായിരുന്ന ജനതയായിരുന്നില്ല ആദ്യകാലത്തുണ്ടായിരുന്നത്. പുരുഷന്മാരെ ബഹുമാനിച്ചിരുന്നു, മുതിർന്നവരെ അനുസരിച്ചിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെന്താണ്? എല്ലാ മനുഷ്യ സമൂഹങ്ങളിലും കാണപ്പെടുന്ന പ്രത്യേകതയാണ് എന്തെന്ന് പറയുന്ന സാമൂഹ്യ ശ്രേണീകരണം. അതായത് സമൂഹത്തെ വിവിധ തട്ടുകളായി വിഭജിച്ചുള്ളതാണ് ശ്രേണീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രേണീവൽക്കരണമെന്നും പറയാം. ഏതൊരു സമൂഹത്തിലെയും ജനങ്ങൾക്കിടയിലുള്ള വർഗീകരണവും ക്രമീകരണവും സ്ഥാനനിർണയവുമാണ് സാമൂഹ്യമായ ശ്രേണീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്കിടയിലുള്ള വർഗീകരണമാകാം, ക്രമീകരണമാകാം, സ്ഥാനനിർണയവും ആകാം. സമൂഹം എന്ന് പറയുന്നത് ഒരു ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അടുക്കോടുകൂടി അല്ലെങ്കിൽ കൂട്ടത്തോടു കൂടിയുള്ളതാണല്ലേ, ഒരു അടുക്കാണ്. ഈ ശ്രേണികളുടെ അടിസ്ഥാനം നമ്മുടെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസമത്വങ്ങളാണ്. ഒരിക്കലും രാഷ്ട്രീയ അസമത്വം ഉണ്ടാവാം, സാംസ്കാരിക അസമത്വം, സാമ്പത്തികം, ഈ അസമത്വങ്ങളാണ് ഈ ശ്രേണികളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയുന്നത് പട്ടാള വിഭാഗത്തെയാണ്. അതായത് അതിൽ ഓഫീസർമാരുണ്ട്, ജവാന്മാരുണ്ട്. പിന്നെ ഈ രണ്ട് വിഭാഗത്തിലും കർത്തവ്യങ്ങൾ, അവകാശങ്ങൾ, അധികാരങ്ങൾ, അന്തസ്സ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ പല റാങ്കുകളുമുണ്ട്. വ്യക്തിയും സമൂഹവും എല്ലായിടത്തും വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സാമൂഹ്യ ശ്രേണി എന്ന ആശയത്തിന്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് ഉദാഹരണം എന്ന് പറയുന്നത് ആരാണ്? പട്ടാളത്തെയാണ് ഉദാഹരണമായി പറയുന്നത്. അതിൽ ഓഫീസർമാരും ജവാന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് വിഭാഗത്തിൻ്റെയും കർത്തവ്യങ്ങളും അവകാശങ്ങളും അധികാരങ്ങളും അന്തസ്സും ഒക്കെ അവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ആണിക്കല്ല് തന്നെ ഇത്തരം വൈവിധ്യമാണ്. സമൂഹം നിലകൊള്ളുന്നത് നമ്മുടെ എപ്പോഴും നമുക്കറിയാം വ്യത്യസ്തത എന്ന തത്വത്തിലാണ്. അപ്പോൾ സാമൂഹ്യ ശ്രേണി എന്ന ആശയത്തെക്കുറിച്ച് ചോദിച്ചാൽ ഇതാണ് എഴുതാനുള്ളത്. ചാപ്റ്റർ 16 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. 16ാമത്തെ ചാപ്റ്ററിലാണ് എന്തുള്ളത്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻറ്റ് ബൈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? വാട്ട് ആർ ദ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? അത് ചാപ്റ്റർ 29 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ മറന്നുപോയി. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എനിക്കിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഉണ്ടായിരുന്നു, ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ പറയണമെന്ന്, ഏത് ചാപ്റ്റർ ആണെന്ന് പറയണമെന്ന്. സോറി, മറന്നുപോയതാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചാപ്റ്റർ 29 നിന്നുള്ളതാണ്. എന്താണ് ജനസംഖ്യാ വിസ്ഫോടനം? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ജനസംഖ്യാ വിസ്ഫോടനം കൊണ്ടുണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്?
നമുക്കറിയാം നമ്മുടെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 1951 മുതലൊക്കെ തന്നെ ഇന്ത്യയിലെ ജനസംഖ്യ ഭീമമായ തോതിൽ വർദ്ധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ജനസംഖ്യ വൻതോതിൽ വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ ജനസംഖ്യാ വിസ്ഫോടനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യ പെട്ടെന്ന് വർദ്ധിക്കുന്ന പ്രതിഭാസത്തെയാണ് അങ്ങനെ വിളിക്കുന്നത്. ഇന്ന് നമുക്കറിയാം ഇന്ത്യയിലെ ജനസംഖ്യ 135 കോടി അല്ലേ, അതിൽ കൂടുതലായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഏതാണ്ട് 2035 ആകുമ്പോൾ നമ്മൾ ചൈനയെ മറികടക്കുമെന്നാണ് എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നത്. അപ്പോൾ ജനസംഖ്യയുടെ തോത് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ഭൂരിപക്ഷത്തിന് ജീവിതം ദുസ്സഹമായി തീരുകയും ചെയ്യും. ഇനി എന്തെല്ലാമാണ് ജനസംഖ്യാ വിസ്ഫോടനം കൊണ്ടുണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അത് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയാവുന്നത് ഭക്ഷ്യപ്രതിസന്ധി അല്ലേ. ഭക്ഷണം കിട്ടാതെ, ഭക്ഷ്യസാധനങ്ങൾ കിട്ടാത്ത അവസ്ഥ വരും. രൂക്ഷമായ തൊഴിലില്ലായ്മ. രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? ഈ ജനസംഖ്യാ വിസ്ഫോടനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളാണ്. 1 ഭക്ഷ്യപ്രതിസന്ധി, 2 രൂക്ഷമായ തൊഴിലില്ലായ്മ, 3 പാർപ്പിട പ്രശ്നം. നമുക്ക് മതിയായ എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കാതെ വരും അല്ലേ. 4ാമത്തെ പോയിൻ്റ് ഭൂമിക്ക് മേലുണ്ടാകുന്ന പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ. 5ാമത്തെ പോയിൻ്റ് രോഗാതുരത. 6 നിരക്ഷരതയുടെ വർധനവ്. 7 പട്ടിണിയും ദാരിദ്ര്യവും. 8 ജലദൗർലഭ്യം. 9 വികസനമില്ലായ്മ. 10 അക്രമം, കുറ്റകൃത്യം എന്നിവ വർദ്ധിക്കുന്നു. 11 ജീവിത നിലവാരത്തിൻ്റെ തോതിലുള്ള തകർച്ച. ഇത്രയുമാണ് എഴുതാനുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ. പോപ്പുലേഷൻ എക്സ്പ്ലോഷനും അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇത്രയുമാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള 3 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊരുമിച്ച് പറഞ്ഞുതരാം. ചാപ്റ്റർ 27 നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് സാൻസ്ക്രിറ്റൈസേഷൻ, വാട്ട് ഈസ് വെസ്റ്റേണൈസേഷൻ, വാട്ട് ഈസ് മോഡേണൈസേഷൻ. ഇത് 3ഉം സാൻസ്ക്രിറ്റൈസേഷൻ ചിലപ്പോൾ അല്ലെങ്കിൽ വെസ്റ്റേണൈസേഷൻ, മോഡേണൈസേഷൻ ഏതെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് 3ഉം ഏത് ചാപ്റ്ററിലുള്ളതാണ്? ചാപ്റ്റർ 27 ആദ്യം നമുക്ക് എന്താണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് നോക്കാം. സംസ്കൃതവൽക്കരണം. എന്താണ് സംസ്കൃതവൽക്കരണം എന്ന് നോക്കാം. ഏതെങ്കിലും ഒരു താഴ്ന്ന ജാതി വിഭാഗത്തിലെ ആളുകൾ അവരുടേതിനേക്കാൾ ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതിയും സംസ്കാരവും സ്വാഭാവികമായും സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അനുകരിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ സംസ്കൃതവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ബ്രാഹ്മണരെ അനുകരിക്കാൻ അല്ലെങ്കിൽ ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ രീതികൾ അനുസരിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ അവരെ അനുകരിക്കുന്ന ഒരു പ്രവണത പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താഴ്ന്ന ജാതിക്കാർ അവരുടെ താഴ്ന്നതരം ജോലികൾ ഉപേക്ഷിച്ച് ഉയർന്ന ജാതിക്കാരുടെ ജോലികൾ സ്വീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംസ്കൃതവൽക്കരണത്തിൻ്റെ ഫലമായി ഉയർന്ന ജാതിക്കാർ അവരുടെ പദവി സംസ്കൃതവൽക്കരിക്കാൻ ഇഷ്ടപ്പെടാറില്ല. മനസ്സിലായല്ലോ. അങ്ങനെ അവരുടെ പദവി വിട്ടുകൊടുക്കാനും താല്പര്യപ്പെടാറില്ല. സംസ്കൃതവൽക്കരണത്തിലൂടെ ഒരു ജാതി വിഭാഗത്തിന് 3 തരം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അവർക്ക് ശുദ്ധം ലഭിക്കുന്നു, അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുന്നു, ഉയർന്ന ജാതിയിലെ അംഗമാകുന്നത് വഴി അവർക്ക് മതപരമായ കർമ്മങ്ങൾക്കുള്ള സ്ഥാനം ലഭിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രാഹ്മണരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അവർക്ക് മതപരമായ കർമ്മങ്ങൾക്കുള്ള സ്ഥാനവും ലഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്താണ് സംസ്കൃതവൽക്കരണം? താഴ്ന്ന ജാതിയിലെ ജനങ്ങൾ അവരെക്കാൾ ഉയർന്ന ജാതിയിലുള്ള ജനങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സംസ്കാരങ്ങളും സ്വഭാവ വിശേഷങ്ങളും ഒക്കെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. ഇതിലൂടെ അവർക്ക് ലഭിക്കുന്ന 3 ഗുണങ്ങൾ ഏതൊക്കെയാണ്? അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുന്നു, അതുപോലെ അവർക്ക് ശുദ്ധത ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു, ഉയർന്ന ജാതിയിലെ അംഗമാകുന്നത് വഴി അവർക്ക് മതപരമായ കർമ്മങ്ങൾക്കുള്ള സ്ഥാനം ലഭിക്കുമെന്നും വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം. അത് നമുക്കറിയാമല്ലേ പാശ്ചാത്യവൽക്കരണം എന്നാൽ എന്തെന്നും അതിൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ. പാശ്ചാത്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിദേശ വസ്ത്രധാരണ രീതിയും അവരുടെ ജീവിത രീതികളും ഭാഷയുമൊക്കെ സ്വീകരിക്കുന്ന സാഹചര്യങ്ങളാണ്. സ്വീകരണവും സാഹചര്യവും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ തെറ്റിപ്പോയി. സ്വീകരിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭാഗമായി പാശ്ചാത്യവൽക്കരണം നടന്നിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാരെ അനുകരിക്കാൻ ശ്രമിക്കുക, അവരുടെ അവരുടെ രീതികൾ, വസ്ത്രരീതികൾ, ജീവിത രീതികൾ, പിന്നെ അവരുടെ ലാംഗ്വേജ്, ഇതിനെല്ലാം നമ്മൾ
സ്വായത്തമാക്കാൻ ശ്രമിക്കുക. ആ രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെസ്റ്റേണൈസേഷൻ അല്ലെങ്കിൽ പാശ്ചാത്യവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് പാശ്ചാത്യവൽക്കരണത്തിൻ്റെ സവിശേഷതകളെന്ന് നോക്കാം. സാംസ്കാരിക അനുകരണം എന്ന താരതമ്യേന ലളിതമായൊരു പ്രക്രിയയാണ് പാശ്ചാത്യവൽക്കരണം. സാംസ്കാരിക അനുകരണം, അവരുടെ സംസ്കാരത്തെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുക, അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പിന്നെന്താണ്, ഇതിൻ്റെ ഫലങ്ങൾ, പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഫലങ്ങൾ കൃത്യമായി ഊഹിക്കാനോ പ്രവചിക്കാനോ നമുക്ക് സാധ്യമല്ല, കഴിയുകയില്ല. മൂന്നാമത്തേത് ഇതിൻ്റെ സവിശേഷതയിൽ വരുന്നത് മാനവികത, സമത്വം, മതേതരത്വം എന്നീ മൂന്ന് പ്രധാന മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് പാശ്ചാത്യവൽക്കരണം. ആണല്ലോ, മതേതരത്വം ഉണ്ട്, അതിൽ സമത്വം ഉണ്ടായിരിക്കും, മാനവികത ഉണ്ടായിരിക്കും. ഈ 3 പ്രധാന മൂല്യങ്ങളും ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നു. അടുത്ത പോയിന്റ് എന്താണ്, നാലാമത്തെ, പാശ്ചാത്യവൽക്കരണം സ്വീകരിക്കുന്നത് വഴി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു. സത്യമാണ്. നമ്മുടെ രാജ്യത്തെ സ്ത്രീകളായാലും കുട്ടികളായാലും വിദ്യാഭ്യാസത്തിലൊക്കെ ഒരുപാട് പുരോഗതി കൈവന്നത് നമുക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടിയാണ് അല്ലേ. ഒരുപാട് സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കപ്പെട്ടു, സമൂഹത്തിൽ ദുരാചാരങ്ങളെല്ലാം അകറ്റപ്പെട്ടു. അങ്ങനെ എന്ത് ചെയ്യുന്നു, ജനങ്ങളുടെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടുന്ന പ്രക്രിയയുണ്ടായി, മെച്ചപ്പെട്ടു. അതുപോലെ അടുത്ത പോയിന്റ്, സാംസ്കാരിക ബഹുത്വം എന്ന സവിശേഷ അന്തരീക്ഷത്തിൻ്റെ ഉദയത്തിന് പാശ്ചാത്യവൽക്കരണം കാരണമായി. സാംസ്കാരിക ബഹുത്വം, ഒരുപാട് സംസ്കാരങ്ങളെ നമ്മൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരവസ്ഥ ഈ പാശ്ചാത്യവൽക്കരണം കൊണ്ടുവരികയുണ്ടായി. മനസ്സിലായല്ലോ, ഇതാണ് വെസ്റ്റേണൈസേഷനും അതിൻ്റെ സവിശേഷതകളും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് മോഡേണൈസേഷൻ, എക്സ്പ്ലെയിൻ. എന്താണ് ആധുനികവൽക്കരണം? ആധുനികവൽക്കരണം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഒരു അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ ഒരു പ്രക്രിയയാണ്. അതായത് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായതോ അല്ലെങ്കിൽ അർത്ഥപാരമ്പര്യം, പകുതി പാരമ്പര്യാധിഷ്ഠിതമായതോ ആയ ക്രമത്തിൽ നിന്നും നമുക്ക് അഭിലഷണീയമായ ഇഷ്ടപ്പെട്ട ചില സാങ്കേതിക വിദ്യകളിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ ഘടനയിലേക്കും മൂല്യവ്യവസ്ഥിതിയിലേക്കും ഒക്കെയുള്ള പ്രചോദനങ്ങൾ, അതെല്ലാം ഉൾക്കൊള്ളുന്നതിനുള്ള പ്രചോദനങ്ങൾക്കും ധാരണകൾക്കുമുള്ളൊരു പരിവർത്തനമാണ് ആധുനികവൽക്കരണം എന്നാണ് S.C. ദുബെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്, സാമൂഹ്യശാസ്ത്രജ്ഞനായ ദുബെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ആധുനികവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജീവിത രീതിയിൽ, അത് നമ്മുടെ പാരമ്പര്യ അധിഷ്ഠിതമോ അല്ലെങ്കിൽ അർത്ഥപാരമ്പര്യ അധിഷ്ഠിതമോ ആയ ക്രമത്തിൽ നിന്ന് നമുക്ക് ചില സാങ്കേതിക വിദ്യകൾക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ഘടനയിലേക്കും മൂല്യവ്യവസ്ഥിതിയിലേക്കും ഒക്കെയുള്ള മാറ്റം, അതിനെയാണ് ആധുനികവൽക്കരണം എന്നതുകൊണ്ട് അഭിപ്രായപ്പെടുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. ആധുനികവൽക്കരണത്തിൻ്റെ ഗുണമേന്മകൾ പ്രചരിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസത്തെ ഉപയോഗപ്പെടുത്തുന്ന സമ്പ്രദായത്തിന് 1960 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ പ്രാധാന്യം വർദ്ധിക്കുകയുണ്ടായി. അപ്പോൾ ഈ ആധുനികവൽക്കരണം അതിൻ്റെ ഗുണമേന്മകൾ പ്രചരിപ്പിക്കണമെങ്കിൽ എന്തിലൂടെ മാത്രമേ പറ്റൂ? എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിലൂടെ മാത്രമേ പറ്റൂ. അതിനുള്ള കാലഘട്ടമായിരുന്നു 1960 മുതൽ 70 വരെയുള്ള കാലഘട്ടം. ആധുനികവൽക്കരണത്തിൻ്റെ പ്രത്യേകതകളാണ് ഏതൊക്കെ? സാമ്പത്തിക കാര്യങ്ങളിൽ കാര്യക്ഷമത, തീരുമാനങ്ങളിൽ ജനപങ്കാളിത്തം, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയൊക്കെ കടന്നുവരവ്, സമത്വം, തുല്യനീതി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്തിനാണ്, ആധുനികവൽക്കരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലെ വിദ്യാസമ്പന്നർക്കിടയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു, സ്വീകാര്യമാകുകയും ചെയ്തു. മോഡേണൈസേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. നൂതനങ്ങളായ സാങ്കേതിക വിദ്യകളിലേക്കും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ഘടനയിലേക്കും മൂല്യവ്യവസ്ഥിതികളിലേക്കും പ്രചോദനങ്ങളിലേക്കും ഒക്കെയുള്ള മാറ്റം, അതാണ് ആധുനികവൽക്കരണം. ഈ ആധുനികവൽക്കരണത്തിൻ്റെ ഗുണമേന്മകൾ 1960 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കേണ്ടായ ഒരുപാട് പ്രാധാന്യം കൊടുത്ത കാലഘട്ടമായിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് കാര്യക്ഷമത, അതായത് സാമ്പത്തിക കാര്യങ്ങളിൽ കാര്യക്ഷമതയും തീരുമാനങ്ങളിൽ ജനപങ്കാളിത്തം, എല്ലാ ജനങ്ങൾക്കും ഈക്വലായിട്ടുള്ള പങ്കാളിത്തം കൊടുക്കുന്നു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വൻതോതിലുള്ള കടന്നുവരവ് ഉണ്ടാകുന്നു. സമത്വം, ഇക്വാളിറ്റി ഉണ്ടാകുന്നു. തുല്യനീതി ഉണ്ടാകുന്നു. ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിന് നമ്മുടെ ഇന്ത്യയിലെ വിദ്യാസമ്പന്നരായ ആളുകൾ ഒരുപാട് അത് സ്വീകരിക്കുകയുണ്ടായി. വിദ്യാസമ്പന്നർക്കിടയിൽ ഒരുപാട് സ്വീകരിക്കപ്പെട്ടൊരു ഒരു രീതിയായിരുന്നു ഈ ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.